ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ B1 B2 വിസ അപ്ലൈ ചെയ്യുന്ന പലർക്കും ഒരു സംശയമാണ് എത്ര മാത്രം പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം എന്നുള്ളത്. 50 ലക്ഷം, 1 കോടി, 1.5 കോടി, 2 കോടി, ഒരുപാട് പൈസ നമ്മുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ വിസ കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റിയേക്കും. ആ ടോപ്പിക്കിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ കോടീശ്വരനാണെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ 1.5 കോടി രൂപ ഉണ്ടെങ്കിലും 50 ലക്ഷം രൂപ ഉണ്ടെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അവിടെ ഇരിക്കുന്ന ഓഫീസർ ആദ്യമായിട്ട് നോക്കുന്ന കാര്യം നിങ്ങളുടെ ജെന്യൂനിറ്റിയാണ്. അവർ ആ നിങ്ങളിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചാൽ ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അവർക്ക് ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഫോർ സ്മാർട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഫോർ യുവർ B1 B2 വിസ ഇൻ്റർവ്യൂ. ഇൻ കേസ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് കോൺസുലർ ഓഫീസർ ചോദിക്കുക നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാനായിട്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ ഇതേ കിടക്കുന്ന ഒരു 20 ലക്ഷം രൂപ, അത് ഇൻ്റർവ്യൂവിന് തൊട്ട് 3 ദിവസം മുമ്പ് വന്ന പൈസ. അത് ഇൻ്റർവ്യൂവിന് 3 ദിവസം മുമ്പ് 20 ലക്ഷം രൂപ എങ്ങനെ വരുന്നു? സോ അപ്പം അവർ നിങ്ങളുടെ പ്രൊഫൈലും നിങ്ങളുടെ ജോലി എല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രമേ ഇവിടുന്ന് പൈസ മേടിക്കുകയാണ്. സോ അതൊരു സസ്പീഷൻ ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ്. സോ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പ്രോപ്പർലി മാനേജ് ചെയ്യണം. ഒരു 2 മാസം 3 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ടായിരിക്കണം ഈ പറഞ്ഞ എമൗണ്ട് അതൊക്കെ ടാലിയായി നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് വരേണ്ടത്. സോ വാട്ട് ഈസ് ദ ഐഡിയൽ ബാങ്ക് ബാലൻസ് ടു ഷോ? എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ ക്ലയൻസിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ഒരു 8 ലക്ഷം മുതൽ 15 ലക്ഷത്തിനിടയിലായിരിക്കണം നിങ്ങളുടെ ബാങ്ക് ബാലൻസ്. അതിന് മേളിൽ പോകരുത്. 8 to 15 lakhs. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു B1 B2 വിസയിൽ പോകുന്നവർ ഒരാഴ്ച താമസിക്കുന്നവരുണ്ട്, 1 മാസം താമസിക്കുന്നവരുണ്ട്, 3 മാസം താമസിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു 3 മാസം വരെയൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഈ ഒരു 10-12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ട്രാവലും റൂമും എല്ലാം കൂടെയൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാവുന്നൊരു ഏകദേശ കണക്കാണ്. സോ 12-13 ലക്ഷം രൂപ ആയിരിക്കണം മാക്സിമം നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ആയിട്ട് കാണിക്കേണ്ടത്. പിന്നെ പോരാത്തതിന് നിങ്ങൾക്ക് ട്രാവൽ കാർഡോ ഇൻ്റർനാഷണൽ ATM കം ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, യെസ് ഐ ഹാവ് എ ട്രാവൽ കാർഡ്, ഐ ഹാവ് ആൻ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ്, ഐ ഹാവ് ആൻ ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് ഇഫ് ദ എമൗണ്ട് ഗോസ് ബിയോണ്ട് മൈ ബാങ്ക് ബാലൻസ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസിന് മേളിൽ എമൗണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാവൽ കാർഡ് ഉണ്ട്, നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് കൊണ്ട് പറയാം നിങ്ങൾക്ക്. സോ ഫസ്റ്റ് യുവർ ബാങ്ക് ബാലൻസ് ഷുഡ് ബി ഐഡിയൽ, ലൈക്ക് ഇറ്റ് ഷുഡ് ബി അറൌണ്ട് 8 to 15 lakhs. ദ ഒപ്റ്റിമം ഈസ് 13 lakhs. 13 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ ബാലൻസ് ആയിട്ട് കാണിക്കണം. അതാണ് ഒരു ഐഡിയൽ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങളുടെ ട്രാവൽ പ്ലാനും ട്രാവലിൻ്റെ ഉദ്ദേശമായിട്ട് സിങ്ക് ആയിരിക്കണം. ഒരുപാട് ലക്ഷറിയസ് അല്ല. ഇപ്പം മോർ ദാൻ എനഫ് ബാങ്ക് ബാലൻസ് പറഞ്ഞാൽ സസ്പീഷ്യസ് ആണ്. എനഫ് ഈസ് സഫീഷ്യൻറ്റ്. ആവശ്യത്തിനാണ് ആവശ്യം, മനസ്സിലായോ? അല്ലാതെ ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിന് സംശയം ഉണ്ടാകും. സോ ട്രൈ ടു മെയിൻറ്റെയിൻ യുവർ ബാങ്ക് ബാലൻസ് വിത്തിൻ 8 to 13 lakhs. ഒരു വിസ ഓഫീസർ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് അവർ ഫൈനാൻഷ്യൽ കൺസിസ്റ്റൻസിയാണ് മെയിനായിട്ട് അവർ പരിഗണിക്കുന്നത്. ചുമ്മാ അവർ നമ്പർ മാത്രമല്ല. നിങ്ങളൊരു 13 ലക്ഷം രൂപ കാണിച്ചു, ഇറ്റ്സ് ഓൾ സെറ്റ് കരുതണ്ട. കാരണം ഇഫ് ദേ വെരിഫൈ യുവർ സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം നിങ്ങളുടെ ആൻസേഴ്സ് പോലിരിക്കും. നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങളുടെ ജെന്യൂനിറ്റി സംശയം തോന്നിക്കഴിഞ്ഞാൽ ദേ വിൽ ആസ്ക് ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്ന സമയത്ത് അവർ ഫൈനാൻഷ്യൽ കൺസിസ്റ്റൻസിയാണ് മെയിനായിട്ട് പരിഗണിക്കുന്നത്. സ്റ്റഡി ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ, സർട്ടൺ ഇൻ്റർവെൽസ് വരുന്ന സാലറി അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ്, സഡൻ ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഡെപ്പോസിറ്റുകളൊക്കെ അവർക്കതൊരു സസ്പീഷ്യസ് ലൂപ്പ് ഹോളാണ്. പിന്നെ പേപ്പർ റിച്ച് ഇൻറ്റൻഷൻ പൂർ എന്ന് പറയും. അതായത് പേപ്പറിൽ ഭയങ്കര പണക്കാരനാണ്, നിങ്ങളുടെ പർപ്പസ് അല്ലെങ്കിൽ ട്രാവൽ ഇൻറ്റൻറ്റ് വളരെ പൂറാണ്. സോ നിങ്ങളുടെ ട്രാവൽ പർപ്പസും ഇൻറ്റൻറ്റും നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അത് രണ്ടുമായിട്ട് പ്രോപ്പർലി സിങ്ക്ഡ് ആവും. നിങ്ങൾ ന്യൂയോർക്കും ഷിക്കാഗോയും കറങ്ങാനായിട്ട് 1 കോടി രൂപയായിട്ട് പോകേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ടാക്സി പിടിച്ച് പോകേണ്ട ഒരു സ്ഥലത്ത് നിങ്ങൾ ഫെരാരി കാർ വാങ്ങേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് യൂബർ എടുക്കാം അല്ലെങ്കിൽ ലോക്കൽ ടാക്സി സഞ്ചരിക്കാം. അവിടെ പോയിട്ട് നിങ്ങൾ ഫെരാരി റെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻറ്റൻറ്റ്, യുവർ ട്രാവൽ പർപ്പസ്, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ഒരു സിംഗിളായിരിക്കണം ബഡ്ജറ്റ് വൈസ്. ഇപ്പോൾ സഡൻ ഡെപ്പോസിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ സഡൻ ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. എനിക്കിങ്ങനെ എൻ്റെ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയ പൈസയാണ്, അതിൻ്റെ പേപ്പർ കാണിക്കാം. ലോൺ എടുത്ത പൈസയാണ്, അതിൻ്റെ ലോൺ സാങ്ഷൻ ലെറ്ററോ അതിൻ്റെ എഗ്രിമെൻറ്റ് ലെറ്ററോ കാണിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്ന പൈസയാണെങ്കിൽ ആ ഗിഫ്റ്റിൻ്റെ ഒരു അഫിഡവിറ്റ് ഫയൽ കാണിക്കാം. സോ
സോ ഏത് തരത്തിലുള്ള എമൗണ്ട് ആയാലും യു ആർ റെസ്പോൺസിബിൾ ഫോർ ആൻ എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം അവർ നിങ്ങളോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറ്റൂ. സോ എൻ്റെ അങ്കിൾ എനിക്ക് 5 ലക്ഷം രൂപ തന്നു, ഇതാ ഒരു നോട്ടറൈസ്ഡ് ലെറ്റർ, നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ ലെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ തെളിവായി, മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങളുടെ സഡൻ ക്യാഷ് ഇൻഫ്ലോസും സഡൻ ഡെപ്പോസിറ്റ്സും ഒക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം, ഇഫ് യു ഹാവ് എനി. നാലാമത് പറയുമ്പം ട്രാൻസ്പെറൻസി വേഴ്സസ് റിയലിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾവേസ് എംഫസൈസ് ഒതൻറ്റിസിറ്റി, നോട്ട് അപ്പിയറൻസ്. നമ്മൾ ഈ അപ്പിയറൻസ് കാണിച്ചല്ല അവരെ നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങളുടെ റെസ്പോൺസിലും നിങ്ങളുടെ ഇൻറ്റൻഷനിലുള്ള ഒതൻറ്റിസിറ്റി ആണ് അവിടുത്തെ ഏറ്റവും മെയിൻ കാരണം. നിങ്ങളുടെ ഒറിജിനാലിറ്റി, നിങ്ങളുടെ യുണീക്ക്നെസ്, നിങ്ങളുടെ ജെന്യുവൻനെസ്. നിങ്ങൾ ഒന്ന് ഒളിക്കരുത്, ഡോണ്ട് എക്സാജറേറ്റ്. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, തെളിവുണ്ടെങ്കിൽ തെളിവ് കാണിക്കുക. പിന്നെ ഗുഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3 മന്ത് ഉള്ള സ്റ്റഡി സാലറി അല്ലെങ്കിൽ സ്റ്റഡി ഡെപ്പോസിറ്റ് പ്ലസ് ട്രാവൽ ഫണ്ടാണ്. ബാഡ് ആയിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെറും 1 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വലിയ ഡെപ്പോസിറ്റ്, സഡൻ ഡെപ്പോസിറ്റ്, ഒരു 3-4 ഇൻ്റർവ്യൂവിന് ഒരു 3-4 ദിവസം മുമ്പുള്ള ഡെപ്പോസിറ്റ്, ഒരു ബാങ്ക് ബാഡ് ബാലൻസ് ആണ്. സോ ദ ക്യാഷ് ഫ്ലോ ഷുഡ് ബി കണ്ടിന്യൂസ്, ഇറ്റ് ഷുഡ് ബി റെഗുലർ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഒറിജിനൽ. ഓക്കെ, അതൊരു ഫേക്ക് ഡെപ്പോസിറ്റ് ആണ് അല്ലെങ്കിൽ ഷോ മണി ആണെന്ന് അവർക്ക് തോന്നാത്ത രീതിയിൽ വേണം നിങ്ങളുടെ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫൈനൽ ടിപ്സ് ആൻഡ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 മുതൽ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, റീസണബിൾ ബാലൻസ്. ഞാൻ പറഞ്ഞ പോലെ ഒരു 8 ലക്ഷം മുതൽ ഒരു 13 ലക്ഷം രൂപ വരെ എമൗണ്ട് മതിയാവും, ബേസ്ഡ് ഓൺ യുവർ ട്രിപ്പ് ഡ്യൂറേഷൻ. ഒരാഴ്ചയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 8 ലക്ഷം രൂപ ഒന്നും വേണ്ട, ഒരു 5 ലക്ഷം രൂപ മതി. 2 ആഴ്ചയാകുമ്പോഴത്തേക്ക് ഒരു 10 ലക്ഷം രൂപ ഉണ്ട്. ഒരു മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 13 ലക്ഷം രൂപ നിങ്ങൾ കാണിച്ചാൽ മതി, അതിന് കൂടുതലാണ്. പിന്നെ ക്യാഷ് ഇൻഫ്ലോ, നിങ്ങൾക്ക് സഡനായിട്ടുണ്ടായ ക്യാഷ് ഇൻഫ്ലോ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഫിഡവിറ്റ് അല്ലെങ്കിൽ സെയിൽ ഡീഡ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ്, ലോൺ സാങ്ഷൻ ലെറ്റർ, ഒക്കെ എപ്പോഴും നമ്മൾ ബി ഓണസ്റ്റ്, ബി റിയലിസ്റ്റിക്, ബി ഒറിജിനൽ. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യുവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ടു ഷോ ഹൗ മച്ച് യു ഹാവ്, it is to show how well you have planned your trip. നിങ്ങൾക്ക് എത്ര എമൗണ്ട് നിങ്ങളുടെ സമ്പാദ്യത്തിലുണ്ടെന്ന് കരുതാൻ കാണാൻ വേണ്ടി എല്ലാവരും ഇരിക്കുന്നത്. നിങ്ങളുടെ ട്രിപ്പ് ആ എമൗണ്ട് വെച്ചിട്ട് എങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. സോ ഇഫ് യു ഹാവ് പ്ലാനിങ്, നിങ്ങൾ ബിയോണ്ട് ബി ടു വിസ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മുതൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് മീ ബൈ ബുക്ക് ആൻ അപ്പോയിൻമെൻറ്റ്. ടോപ്പ്മേറ്റ് ലിങ്ക് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, ടെലിഗ്രാം ലിങ്ക് ഉണ്ട്. ഏത് പ്ലാറ്റ്ഫോമിലും ഐ വിൽ ബി അവൈലബിൾ. അപ്പം ഇതുവരെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you so much for your support, guys. Have a good day. I will be back with another video. Cheers.